നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ട്രേഡുകൾ മാനേജ് ചെയ്യാം, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ആ ഒരു പ്ലാൻ അനുസരിച്ച് പോയാലാണ് കൃത്യമായിട്ടൊരു ട്രെൻഡ്, കൃത്യമായിട്ടൊരു ട്രേഡ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമായാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നു നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ഒരു സെൽ ട്രെൻഡിലാണ്. പക്ഷെ ബൈക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ, ബൈക്ക് ഒരു ഇമ്പോർട്ടൻ്റ് നൽകണമെങ്കിൽ നിഫ്റ്റി 21,455 മുകളിലേക്ക് നിലനിന്ന് കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ തുടക്കത്തിൽ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ ഇട്ട് കാണിച്ചു വന്നു. നിഫ്റ്റിയിലും ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ്, ഈ ഒരു ലെവല്, ഈ ഒരു ഹൈയുടെ ലെവല്, ഈ ഒരു രണ്ട് ടാർഗറ്റിലേക്ക് നിഫ്റ്റി അച്ചീവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്നത്. നിഫ്റ്റി അതിന് ശേഷം ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് നമ്മൾ നിഫ്റ്റിയിലത് കണ്ടിരുന്നത്. നിഫ്റ്റിയിലും അതിനുശേഷമായാലും നിഫ്റ്റിയിലും അടുത്ത റെസിസ്റ്റൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന ഒരു പ്ലാനുകളും ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചൊക്കെ ട്രേഡ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ മുൻപൊക്കെ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിഫ്റ്റിയിലും അടുത്തൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 21,540. അപ്പോൾ നിഫ്റ്റിയിൽ 21,540 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ഈ ഒരു ക്യാനിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. എപ്പോഴും റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്ക് ചെയ്ത ഒരു ക്യാനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ശേഷമായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു. അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഒരു ബൈക്കാണ് കൂടുതൽ സാധ്യത നിലനിർത്തിയിരുന്നത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് നമുക്കിന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സെന്റിമെന്റിൽ ഈ ഒരു ലെവലിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ 21,455 മുകളിൽ നിലനിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെ, ലിമിറ്റഡ് ടാർഗറ്റ് ലെവൽ വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു മൂവ്മെന്റ് ആയാലും ഇന്നത്തെ ഒരു മൂവ്മെന്റ് സ്ട്രോങ് ആണ്. പക്ഷെ വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫാളും എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ കൃത്യമായിട്ട് നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് ഒരു ട്രെൻഡ് അനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ നൽകുന്ന ഒരു ട്രേഡിംഗ് പ്ലാനും കൂടി എപ്പോഴും ശ്രദ്ധിക്കുക. അതനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിഫ്റ്റിയിൽ ഇതേപോലെ തന്നെ ഒരു മൊമെന്റോ ഇതേപോലെ തന്നെ മൂവ്മെന്റ് നെക്സ്റ്റ് ഡേയിൽ എക്സ്പെക്ട് ചെയ്യരുത്. വരും ദിവസങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസത്തിൽ മാനേജ് ചെയ്യുമ്പോൾ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഇൻ്റർവെൽ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ 21,750. ഇപ്പോൾ 750 തൊട്ട് താഴെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ 750 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. പക്ഷേ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയാലും ചെറിയൊരു ടൈം ഫ്രെയിമിൻ്റെ ലോയെങ്കിലും താഴോട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇൻ കേസ് 5 മിനിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1 മിനിറ്റോ 15 മിനിറ്റ് ആണെങ്കിൽ അതിൻ്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ലോവർ ലെവലിൽ സപ്പോർട്ട് കുറച്ചൊരു താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 21,630 സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിലനിൽക്കാതെ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത്. അതുപോലെ തന്നെ നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്യുന്നത് 21,750 മുകളിലാണെങ്കിൽ 750 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഹയർ ലെവലിലേക്ക് ആയാലും ഈ ഒരു ലെവല് 21,820 ആണ്. 21,820 ആ ഒരു റേഞ്ച് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. പക്ഷേ 820 മുകളിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഹയർ ലെവൽ വേറെ റെസിസ്റ്റൻസ് ഇല്ല. പക്ഷേ 820 താഴെ എപ്പോഴും ഷോർട്ട് സെല്ലിനാണ്, പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് ഒരു സാധ്യത. ഒരു രീതിയിൽ എപ്പോഴും നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. അതായത് 21,540 ഇതിൻ്റെ താഴെ സപ്പോർട്ട്, ഇതും ബ്രേക്ക് ചെയ്ത കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 21,455 അടുത്താണ് ഇനി അടുത്തൊരു സപ്പോർട്ട്, ലോവർ ലെവലൊരു സപ്പോർട്ട് വരുന്നത്. ഇതനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുക.
കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷമായാലും ബാങ്ക് നിഫ്റ്റി അടുത്തൊരു റെസിസ്റ്റൻസ് 47,255 ഇതിനു മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്തപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഒരു ബൈ സെന്റിമെന്റ് തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലായാലും നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ അതിന് താഴത്തേക്ക്, അതായത് റെസിസ്റ്റൻസ് സപ്പോർട്ടായി മാറുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു താഴത്തേക്ക് നിലനിന്നാൽ മാത്രമാണ് ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഏതാണ് ബാങ്ക് നിഫ്റ്റിയിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്? ബാങ്ക് നിഫ്റ്റി ഒരു ഹയർ ലെവല് റെസിസ്റ്റൻസ് കാണുന്നത് 45,940 ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന എപ്പോഴും ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ്. 650 റെസിസ്റ്റൻസ് ആണ്. 650 ഒരു മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ അടുത്തൊരു റെസിസ്റ്റൻസ് മനസ്സിലാക്കി വെക്കുക. വീണ്ടും ഇതിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 650 താഴെയാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണമെങ്കിൽ റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത വരുന്നത്. 47,440 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണ്. 47,440 എന്ന് പറയുന്ന സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് കാണുന്നത് 47,210 ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് ബാങ്ക് നിഫ്റ്റിയിലും അതിന് താഴെ സപ്പോർട്ട് കാണുന്നത് 47,060. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ലെവൽ ഫോളോ ചെയ്ത് എക്സൈറ്റഡ് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ നിഫ്റ്റിയിലായാലും പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതേപോലെ മൊമെന്റം എക്സ്പെക്ട് ചെയ്ത് വരും ദിവസങ്ങളിലായാലും ട്രെൻഡ് സ്റ്റിൽ ചെറിയൊരു ബൈ സെന്റിമെന്റിലേക്ക് ട്രെൻഡ് സ്റ്റിൽ കടന്നിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയിലായാലും ഹയർ ലെവലിലേക്ക് ഇനി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 21,800 ആ റേഞ്ചിലാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.